അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അവരെല്ലാവരുടെയും ആദരത്തിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന അമലിൻ്റെയും ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആനിൻ്റെയും ഇത്തരത്തിലുള്ള സദസ്സിൽ വെച്ച് ഞങ്ങൾ പറയുന്ന അമാലുകൾ, ഇൽമ്, അതുപോലെ ഞങ്ങൾ ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അവർക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സവാബിന് കാരണമാക്കണം റഹ്മാനെ. ഇത്തരത്തിലുള്ള ഇവിടെ കൂടിയവരും അല്ലാത്തവരുമായ താലിമീങ്ങൾ, പഠിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരും അവർ ജീവിതകാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അമലിൻ്റെ ഒക്കെ മിഥിലായ സവാബ് പഠിച്ചവനെ ഞങ്ങളെല്ലാവരുടെയും ഉപ്പമാരിലേക്കും ഞങ്ങൾ ഉമ്മമാരിലേക്കും ഞങ്ങൾ പഠിപ്പിച്ചവരിലേക്കും എല്ലാം എത്തിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹിക്കണം റഹ്മാനെ. പഠിച്ചവനെ സന്തോഷവും റാഹത്തും നൽകിയവർക്ക് സ്വർഗലോകം ബർസഖിയ ലോകം വിജയിപ്പിക്കണം റഹ്മാനെ. സ്വർഗലോകത്തിൽ അവർക്ക് ദർജ ഉയർത്തണം റഹ്മാനെ. اللهم افتح لنا ابواب الخير وابواب البركه والسلامه في اخرنا يا رب العالمين في مجلسنا يا رب العالمين. تقبل منا انك انت السميع العليم. تب علينا يا ربنا انك انت التواب الرحيم. واغفر لنا وارحمنا يا ارحم الراحمين. صلى الله عليه وسلم سيدنا محمد النبي الامي واله وصحبه والحمد لله رب العالمين. اللهم صل على سيدنا السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുവന്യരായ ഷെയ്ഖുന KC ഉസ്താദ് അവറുകൾ, മറ്റ് ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ സ്ഥാപനത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ, പൂനൂർ മദീനത്തുന്നൂറിൻ്റെ അഫിലിയേറ്റഡ് ക്യാമ്പസായി ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും വിദ്യാർത്ഥികളുടെ കലാ സാഹിത്യ കഴിവുകളെ പരിപോഷിക്കുന്നതിന് വേണ്ടി പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികൾക്ക് കഴിവുണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടിയും കുട്ടികളിലെ കഴിവുകൾ കൂടുതൽ കൂടുതൽ വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയും നടത്തുന്ന ഒരു മത്സര പരിപാടികളാണ് റെൻഡസ് വ്യൂ എന്ന പേരിൽ നടക്കുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ട യൂണിറ്റ് തല മത്സരമാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഫസ്റ്റ് വാങ്ങിയ വിദ്യാർത്ഥികൾ നാളെ കൊല്ലത്ത് നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് അവിടുന്ന് വിജയിക്കുന്ന കുട്ടികൾക്ക് മദീനത്തുന്നൂറിൻ്റെ മെയിൻ ക്യാമ്പസിൽ മത്സരം നടക്കും. ഏതായാലും നമ്മുടെ കുട്ടികൾ വളരെ നല്ല നിലവാരവും പ്രശംസനീയമായ രീതിയിലുള്ള കൈകാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു പരിപാടിയിലൂടെ നടത്തിയത് എന്ന് നമുക്ക് കാണാനും അറിയാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഇനിയും നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനും ഉയരാനും വളരാനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയുടെ സമാപന സെഷനിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ആദരണീയരായ പ്രസിഡന്റ്
പ്രിയപ്പെട്ട സുഹൃത്ത് ഷംസാദ് മരക്കാർ സാഹിബ് ഇന്നലെ മഗ്‌രിബിന് ശേഷം നമുക്ക് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു തന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഹദീസ് ദാറുൽ ഫലാഹിൻ്റെ പ്രിൻസിപ്പാള് നൂറുകണക്കിന് പണ്ഡിതന്മാരുടെ ഗുരുവര്യരും വലിയ പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ശിഷ്യന്മാരിൽ പ്രധാനി കൂടിയായ KC ഉസ്താദ് അവറുകൾ ഈ സമാപന സെഷന് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും നേതൃത്വം നൽകാനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായി ഉസ്താദ് അവറുകളെ ഈ സംരംഭത്തിലേക്ക്, സ്ഥാപനത്തിൽ നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും സന്തോഷവും നൽകുമാറാകട്ടെ. ദാറുൽ ഫലാഹ് ജില്ലയുടെ നമ്മുടെ ഒരു കേന്ദ്ര സ്ഥാപനമാണ്. 1989 നമ്മുടെ ഹക്കിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ സമയത്ത് നമുക്ക് ജില്ലയിൽ കയറിയിരിക്കാൻ ഒരിടമോ ഒരു ഓഫീസോ ഒരു സ്ഥാപനമോ ഒന്നുമില്ലാത്ത കാലത്ത് പ്രധാനവുമായി ഏറ്റവും ആദ്യമായി ജില്ലയിൽ ആരംഭിച്ച സ്ഥാപനമാണ് ദാറുൽ ഫലാഹ്. ആ ദാറുൽ ഫലാഹിൻ്റെ തുടക്കം മുതൽ പ്രിൻസിപ്പാളായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന മർഹൂം അബ്ദുറഹ്മാൻ ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ആണ്ടിൻ്റെ ദിവസമാണ് ഇന്ന്. അവിടുത്തെ ആണ്ട്